ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഇപ്പൊ എല്ലാ സ്റ്റുഡൻസും സെർച്ച് ചെയ്യുന്നത്. എനിക്ക് തന്നെ ഒരുപാട് മെസ്സേജ് വരാറുണ്ട്, ഏതാ മാഡം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സ് എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചാൽ ഫ്യൂച്ചർ അത് IT ഫീൽഡിൽ തന്നെയാണ്. അതിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി, ഡേറ്റാ സയൻസ്, ബ്ലോക്ക് ചെയിൻ മാനേജ്മെന്റ്, IoT തുടങ്ങിയ മേഖലകളായിരിക്കും ഇനി ലോകം ഭരിക്കാൻ പോകുന്നത്. ഇതിൽ തന്നെ ഓപ്പർച്യൂണിറ്റി കൂടുതൽ വരുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനാണെന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതായത് ഇപ്പം എന്നെ ഈ ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സ് ചോദിച്ച് വിളിക്കുന്ന സ്റ്റുഡൻസിൽ ഭൂരിഭാഗം സ്റ്റുഡൻസും ചോദിക്കുന്നത്, മേഡം ഭാവിയിൽ AI വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ജോലി കിട്ടുന്ന ഏതെങ്കിലും കോഴ്സസ് ഉണ്ടോന്നാണ്. ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം AI നമ്മുടെ ലോകത്തെ എത്രത്തോളം വിഴുങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഈ ഒരു ടെക്നോളജി IT ഫീൽഡിലാണെങ്കിൽ പോലും ഇത് അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഹെൽത്ത് കെയർ, സിനിമ ഇൻഡസ്ട്രി, മീഡിയ, എഡ്യൂക്കേഷൻ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അങ്ങനെ AIയുടെ കടന്നുവരവില്ലാത്ത ഒരു മേഖലകളും ഇപ്പോൾ ലോകത്തില്ല എന്നുള്ളത് ഉറപ്പിച്ച് തന്നെ പറയാൻ സാധിക്കും. ഇപ്പൊ തന്നെ കർണാടകയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയായ ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് നമ്മുടെ കേരളത്തില് കൊച്ചിയിൽ ഓഫ് ക്യാമ്പസ് ഉണ്ട്. അവര് ജാനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഇവര് ടെക്നോളജിയുടെ ഫ്യൂച്ചർ ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ള പ്രോഗ്രാം അല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ആണ്. കാരണം ടെക്നോളജി യൂസ് ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമാണ്. ഈ ഒരു സബ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അവർ റോബോട്ടിക്സ് എക്സ്പോ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഫോട്ടോയിലും അതുപോലെ തന്നെ വീഡിയോയിലും മാത്രം കണ്ടിട്ടുള്ള ടെസ്ല കാർ UK എന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ. ഇതിലൂടെ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം AIയുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ആണെന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ ഒരു സ്റ്റുഡന്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റുഡന്റ് മനസ്സിലാക്കേണ്ട കാര്യം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ആ ഒരു ടെക്നോളജി ഇന്റർനാഷണൽ ലെവൽ ടെക്നോളജിയാണ്. അതുകൊണ്ട് തന്നെ എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കോഴ്സ് ആണെന്ന് പറഞ്ഞാലും ഇതിന് നിങ്ങൾ കോമ്പറ്റീഷൻ നേരിടാൻ പോകുന്നത് ഇന്റർനാഷണൽ ലെവലിലായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് അത് ഫുൾ ടൈം യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് യൂണിവേഴ്സിറ്റി മാത്രമേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ ഇത്രയും നല്ല ഫ്യൂച്ചറിസ്റ്റിക് കോഴ്സിന്റെ കൂടെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ.